നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കർമ്മങ്ങളാണ് ദൃഷ്ടകർമ്മങ്ങൾ. അദൃഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുണ്യപാപ രൂപത്തിൽ നമ്മൾ സ്വരൂപിക്കുന്നതാണ് അദൃഷ്ടകർമ്മങ്ങൾ. ആ അദൃഷ്ടകർമ്മങ്ങൾ വന്നു ചേരുന്നത് ഈ ജന്മത്തിൽ വന്നു ചേരുന്ന അദൃഷ്ടകർമ്മങ്ങളെ ആഗാമി കർമ്മങ്ങൾ എന്ന് പറയുന്നു. സ്വരൂപിക്കപ്പെട്ടിരിക്കുന്ന ആഗാമി കർമ്മങ്ങളെ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുന്നു. ഈ സഞ്ചിത കർമ്മങ്ങളിൽ നിന്നുള്ള ഒരു പോർഷൻ ആണ് പ്രാരബ്ധ കർമ്മങ്ങൾ. ആ പ്രാരബ്ധ കർമ്മമാണ് നമ്മൾ ഓരോ ജന്മത്തിനും കാരണമാകുന്നത്. ഓരോ ജന്മത്തിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രാരബ്ധ കർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ജന്മത്തിൻ്റെയും ലക്ഷ്യം. അതുപോലെ തന്നെ ജന്മത്തിൽ ആഗാമി കർമ്മങ്ങളും വരാതെ നോക്കുക. അതാണ് കർമ്മത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത്, ജീവിതവുമായിട്ടുള്ള ബന്ധം. ബന്ധനത്തിലാവുന്നതിൻ്റെ കാരണം അജ്ഞതയാണ്. അജ്ഞത കാരണമാണ് നമ്മൾ ബന്ധനത്തിലായിരിക്കുന്നത്, കർമ്മത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നത്. ആ കർമ്മത്തിൻ്റെ അനർത്ഥ പരമ്പരയിലാണ് നമ്മൾ ഉള്ളത്. ആ അനർത്ഥ പരമ്പരയിലുള്ള സമയത്ത് നമുക്കൊരിക്കലും നമ്മൾ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. സംസാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് നമ്മൾ അജ്ഞാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് ജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അത് ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്ന ആ വഴി നമ്മൾ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനത്തിലൂടെ ആണ് മോക്ഷം ലഭിക്കുന്നത്. ആ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. ഓം ഭദ്രം കർണീഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷവീര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്ഥനോഭിർവിഷേമ ദേവഹിതം യഥായു സ്വസ്തി ന ഇന്ദ്രോ വൃത്രസ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളെ ഇന്നത്തെ സെഷനായ കർമ്മം വളരെ സുപരിചിതമായ ഒരു വാക്കാണ് കർമ്മം. സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മം. പ്രവൃത്തിയുടെ പരിണത ഫലമാണ് കർമ്മം എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുമ്പം പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മളിൽ ഉണ്ടാക്കിത്തരുന്ന ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളാണ് കർമ്മം എന്ന് പറയുന്നത്. അത് ഈ അനുഭവങ്ങളാണ് കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നത്. പ്രവൃത്തി ചെയ്യുന്നു, നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മം എന്ന് പറയുന്നത്. പ്രവൃത്തിയിലൂടെ നമുക്കുണ്ടാകുന്നത് അനുഭവങ്ങളാണ്. ശാരീരികമായ അനുഭവങ്ങൾ, മാനസികമായുള്ള അനുഭവങ്ങൾ, ഇതാണ് കർമ്മത്തിൻ്റെ ഫലമായിട്ട് മാറുന്നത്. പ്രവൃത്തിയുടെ ഫലം അനുഭവം എന്ന് പറയുമ്പോൾ ആ അനുഭവം നമ്മളിൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. നമ്മൾ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മനസ്സിനും അതുപോലെ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ നമ്മൾ ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളിലുണ്ടാകുന്നു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. വിശപ്പുണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശപ്പ് മാറുന്നു. ആ വിശപ്പ് മാറുന്ന സമയത്ത് നമ്മളൊരു സുഖം, നമ്മുടെ ശരീരത്തിനൊരു സുഖം അനുഭവിക്കുന്നു. നല്ല ഭക്ഷണമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സുഖമാണ് അനുഭവിക്കുന്നത്. അത് മോശമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്
അത്ര സുഖകരമായിരിക്കില്ല, ഒരു ദുഃഖാനുഭവമായിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ആ വിശപ്പ് മാറുന്നു. അതിലൂടെ നമുക്ക് സുഖാനുഭവം ഉണ്ടാവാം, ദുഃഖാനുഭവവും ഉണ്ടാവാം. രണ്ട് തരത്തിലുള്ള അനുഭവത്തിനും നമുക്ക് സാക്ഷിയാണ്. രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെ നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ദൃഷ്ട കർമ്മങ്ങൾ എന്ന് പറയും. നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന, നേരിട്ട് അറിയാൻ പറ്റുന്ന നേരിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് അതിനെ ദൃഷ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നു. കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന അനുഭവങ്ങൾ, അതാണ് ദൃഷ്ട കർമ്മങ്ങൾ. നേരെ മറിച്ച് നമ്മൾ ഒരുപക്ഷെ നമുക്ക് ദേഷ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലുമുള്ള പ്രവൃത്തി ചെയ്യുക, ആ ദേഷ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ദേഷ്യത്തിലുള്ള അനുഭവം, ആ ദേഷ്യത്തിൻ്റെ ഫീലിംഗ് നമ്മളിലും ഉണ്ടാകുന്നുണ്ട്. അത് കേൾക്കുന്ന ആളിലും ആ ദേഷ്യം അനുഭവപ്പെടുന്നുണ്ട്, നമ്മളില്ലാ ദേഷ്യം. അപ്പോൾ ആ വ്യക്തിയിൽ ഒരു ദുഃഖ അനുഭവമാണ് ഉണ്ടാകുന്നത്. വ്യക്തിയുടെ മനസ്സിലാണ് ആ ദുഃഖാനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ നേരിട്ട് ശരീരം കൊണ്ട് അനുഭവിക്കുന്നതിന് പകരം അത് മനസ്സിലാണ് അനുഭവപ്പെടുന്നത്. ആ കർമ്മത്തിൻ്റെ ഫലം മനസ്സിലാണ് അനുഭവപ്പെടുന്നത്. ദുഃഖാനുഭവം എന്ന് പറയുന്നത് നമ്മൾ ദേഷ്യത്തിലാണ് അയാളടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളടുത്ത് നമ്മൾ പ്രതികരിക്കുന്നത് ദേഷ്യത്തിലായിരിക്കും. അങ്ങനെയാകുമ്പം നമ്മൾ പ്രവൃത്തിയിലൂടെ അയാൾ അനുഭവിക്കുന്നത് ഒരു ദുഃഖാനുഭവമാണ്. അയാളുടെ മനസ്സിൽ ഒരു ദുഃഖാനുഭവമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മളിലും അത് ഒരു ദുഃഖമാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പം അത്രയും പറയണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ആ സമയത്തും നമ്മളിൽ ഒരു ദുഃഖാനുഭവം, ദുഃഖത്തിൻ്റെ ഫീലിംഗ് നമ്മളെ മനസ്സിലുണ്ടാവുന്നു. നമ്മൾ ഏത് പ്രവൃത്തിയിലാണെങ്കിലും അല്ലെങ്കിൽ സംസാരത്തിലാണെങ്കിലും നമ്മൾ ഒരു ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു ദുഃഖാനുഭവമായിട്ട് മാറാം നമ്മളിൽ. ഇതിനെ പറയുന്നത് അദൃഷ്ടകർമ്മം എന്നാണ്. നമുക്ക് ദൃഷ്ടകർമ്മങ്ങൾ, അദൃഷ്ടകർമ്മങ്ങൾ. ദൃഷ്ടകർമ്മങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ശാരീരികമായോ മാനസികമായിട്ടോ നമ്മൾ ഫലം അനുഭവിക്കുന്നു. അത് നേരിട്ടുള്ള അനുഭവമാണ്, അത് നേരിട്ടുള്ള എഫക്റ്റാണ്. നമുക്ക് വേദന, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു അടി കിട്ടിയാൽ ഒരു വേദന ഉണ്ടാകുന്നു, അതൊക്കെ ദൃഷ്ടകർമ്മത്തിൻ്റെ അനുഭവങ്ങളാണ്, അതിൻ്റെ ഫലങ്ങളാണ്, ദൃഷ്ടഫലങ്ങളാണ്. അദൃഷ്ടഫലങ്ങൾ മനസ്സിനെയാണ് ബാധിക്കുന്നത്. സ്നേഹത്തോടു കൂടി പെരുമാറുന്ന സമയത്ത് നമ്മളിൽ സ്നേഹം, മറ്റുള്ളവരിലേക്ക് സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ, സ്നേഹത്തോടുള്ള പല പ്രവൃത്തികളും ചെയ്യുമ്പം അതും മറ്റുള്ളവരിൽ ഒരു സ്നേഹം, സുഖത്തിൻ്റെ അനുഭവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സുഖത്തിൻ്റെ അനുഭവത്തെ നമുക്ക് അദൃഷ്ടകർമ്മത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ ദൃഷ്ടകർമ്മങ്ങൾ, അദൃഷ്ടകർമ്മങ്ങൾ, ഇങ്ങനെ രണ്ട് രീതിയിലാണ് കർമ്മങ്ങളുടെ ഫലങ്ങൾ, കർമ്മങ്ങൾ വന്നു ചേരുന്നത്. പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള കർമ്മങ്ങൾ വന്നു ചേരുന്നത് ദൃഷ്ടമായിട്ടും ഉണ്ടാകുന്നു, അദൃഷ്ടമായിട്ടും ഉണ്ടാകുന്നു. ഈ അദൃഷ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ടിട്ട് കാണാൻ പറ്റില്ല, നേരിട്ട് അത് അനുഭവത്തിലേക്ക് എത്തുന്നില്ല. എങ്കിലും അത് പുണ്യ പാപങ്ങൾ എന്നുള്ള രീതിയിലാണ് അത് സ്വരൂപിക്കപ്പെടുന്നത്. നമ്മൾ ഓരോ പ്രവൃത്തിയിലും നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ ഫലം, ഓരോ പ്രവൃത്തിയിലെയും ഓരോരോ രീതിയിലുള്ള പെരുമാറ്റത്തിലും നമുക്ക് അതിലെ പുണ്യ പാപ ഫലങ്ങളായിട്ടാണ് ഇത് സ്വരൂപിക്കപ്പെടുന്നത്. അദൃഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ, അദൃഷ്ട കർമ്മങ്ങൾ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും രൂപത്തിലാണ് സ്വരൂപിക്കപ്പെടുന്നത്. ഇങ്ങനെ ഓരോരോ പ്രവൃത്തിയിലും, നമ്മൾ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയിലും നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വരൂപിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളെ മൊത്തത്തിൽ പറയുന്നത് ആഗാമി കർമ്മം എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് വന്നു ചേരുന്ന കർമ്മങ്ങൾ, അതാണ് ആഗാമി കർമ്മങ്ങൾ. ഈ ആഗാമി കർമ്മങ്ങൾ എല്ലാം കൂടി
സ്വരൂപിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതായത് വിവിധമായിട്ടുള്ള പല ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇതിനെ ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്. ആഗാമി പുണ്യ പാപ രൂപങ്ങളിൽ അദൃഷ്ടമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്, സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. അതിനെ മൊത്തത്തിൽ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ ജന്മങ്ങളിലും കൂടിയുള്ള കർമ്മങ്ങളെ, അദൃഷ്ടമായിട്ടുള്ള പുണ്യപാപ കർമ്മങ്ങളെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ സഞ്ചിത കർമ്മം എന്നാണ് പറയുന്നത്. എല്ലാ ജന്മങ്ങളിലും നമ്മൾ അനുഭവിച്ചിരിക്കുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ജന്മങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്ന പുണ്യപാപങ്ങളിലെ അദൃഷ്ടമായിട്ടുള്ള പുണ്യപാപങ്ങളെ നമ്മൾ സഞ്ചിത കർമ്മം എന്ന രീതിയിലാണ് വിളിക്കുന്നത്. ആഗാമി കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ വന്നു ചേരുന്ന അദൃഷ്ടകർമ്മങ്ങൾ, പുണ്യപാപ കർമ്മങ്ങൾ, അതിൻ്റെ ഒരു കൂട്ടത്തെ ആഗാമി കർമ്മം എന്ന് പറയുന്നത്. ഈ ആഗാമി കർമ്മങ്ങൾ എല്ലാ ജന്മങ്ങളിലും ചേർന്നുള്ള ആഗാമി കർമ്മങ്ങളെ മൊത്തമായിട്ട് വെച്ചിരിക്കുന്നതിനെ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ടോട്ടൽ കളക്ഷൻ അതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ഈ സഞ്ചിത കർമ്മത്തിൻ്റെ ഒരു ഭാഗം, പുണ്യപാപത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജന്മത്തിന് കാരണമാകുന്നത്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ജനനത്തിന് കാരണമാവുന്നത് പുണ്യപാപ കർമ്മങ്ങളിലെ ഒരു പോർഷൻ, അതായത് സഞ്ചിത കർമ്മങ്ങളിലെ ഒരു പോർഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ശരീരത്തിന് ജന്മം ലഭിക്കുന്നത്. അതിനെ പറയുന്നത് പ്രാരബ്ധ കർമ്മം എന്നാണ്. പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന കർമ്മം. പ്രാരബ്ധ കർമ്മം ഉപയോഗിച്ചാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ശരീരം, നമ്മൾ ഇന്ന് നിലവിൽ അനുഭവിച്ചു, ഈ വർത്തമാന കാലത്ത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ സഞ്ചിത കർമ്മത്തിലെ ഒരു പോർഷനായ പ്രാരബ്ധ കർമ്മം. ഈ പ്രാരബ്ധ കർമ്മത്തെ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ ഈ പ്രാരബ്ധ കർമ്മത്തിൻ്റെ അതായത് സഞ്ചിത കർമ്മത്തിലെ ഒരു പോർഷൻ, അതായത് മുഴുവൻ ജന്മജന്മാന്തരങ്ങളായി ശേഖരിച്ച് വെച്ചിരിക്കുന്ന പാപ കർമ്മങ്ങളിൽ നിന്ന് ഒരു പോർഷൻ ഉപയോഗിച്ച് നമ്മൾ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശരീരം കൊണ്ട് നമ്മളെ ഈ പോർഷനിലുള്ള പുണ്യപാപങ്ങളെ നമ്മൾ നശിപ്പിക്കണം. അതാണ് ഈ ശരീരത്തിൻ്റെ ഉദ്ദേശം. ഈ ശരീരത്തിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാരബ്ധ കർമ്മം, അതിലെ പുണ്യവും പാപവും സുഖവും ദുഃഖവുമായിട്ടുള്ള അനുഭവങ്ങളാണ് പുണ്യപാപങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പുണ്യത്തിലൂടെ സുഖാനുഭവങ്ങൾ ലഭിക്കും, പാപത്തിലൂടെ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുള്ള അവസ്ഥകൾ നമ്മളിൽ സംജാതമാകും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുണ്യ പാപ കർമ്മങ്ങൾ നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് സ്വരൂപിക്കപ്പെട്ടിരിക്കുന്ന സഞ്ചിത കർമ്മത്തിലെ ഒരു പോർഷൻ, അതാണ് പ്രാരബ്ധ കർമ്മം. ആ പ്രാരബ്ധ കർമ്മം കൊണ്ടാണ് നമുക്ക് അനുയോജ്യമായ ഈ ശരീരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മം നമ്മൾ ഇന്നിവിടെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖ ദുഃഖങ്ങൾ അല്ലെങ്കിൽ പുണ്യ പാപ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇതിന് മറ്റാരുടെയും ഒന്നിലേക്കും നമ്മൾ പഴിചാരേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ പഴിചാരേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ്. നമ്മൾ അനുഭവിക്കുന്ന സുഖവും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവും. അതാണ് ഈ പ്രാരബ്ധ കർമ്മം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം. ഈ പ്രാരബ്ധ കർമ്മം കൊണ്ട് കിട്ടിയിരിക്കുന്നത് ശരീരമാണെങ്കിൽ തന്നെയും നമ്മൾ സുഖ ദുഃഖ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഖമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തി, ഈ ജീവിതത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പുണ്യ പാപ ഫലങ്ങളിൽ നിന്ന് വരുന്ന സുഖദുഃഖങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഓരോ പ്രവൃത്തിയിലും നമ്മൾ
അനുഭവിക്കുന്നത് പുണ്യ പാപഫലങ്ങൾ തന്നെയാണ്. അതിൻ്റെ ദൃഷ്ടഫലങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നു. ആ ദൃഷ്ടഫലങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയുടെ ആധാരം എന്ന് പറയുന്നത് ദൃഷ്ടഫലങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി, മറ്റൊന്നുമില്ല. പ്രവർത്തിക്കുക, പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ കാലത്തും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പ്രവൃത്തി ചെയ്യാതിരിക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല. ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി നമ്മളിൽ ഏർപ്പെടണം, പ്രവർത്തിക്കുക. അപ്പോൾ ഒരു ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുർവന്നേവേഹ കർമാണി ജിജേ വിഷേ ഛദം സമാഹ ഏവം ത്വയി ന അന്യതേതോസ്തി ന കർമ്മ ലിപ്യതേ നരഹ. കുർവന്നേവേഹ കർമാണി ജിജീ വിഷേ ഛദം സമാഹ. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുർവന്നേവേഹ കർമാണി ജിജീ വിഷേ ഛദം സമാഹ. അത് ഛദം സമാഹ എന്ന് പറഞ്ഞാൽ 100 സംവത്സരങ്ങൾ, 100 വർഷം നമുക്ക് ജീവിക്കണമെങ്കിലും നമുക്ക് കർമ്മങ്ങൾ, പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. കുർവന്നേവേഹ കർമാണി, കർമ്മങ്ങൾ നമ്മൾ കർമ്മങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുർവന്നേവേഹ കർമാണി, നമ്മൾ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കണം. 100 വർഷമാണ് നമ്മളെ ആയുസ്. 100 വർഷം ജീവിക്കണമെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. ഏവം ത്വയി ന അന്യതേതോസ്തി ന കർമ്മ ലിപ്യതേ നരഹ. ഇത് ചെയ്യാന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. നമ്മൾ ജീവിക്കണമെങ്കിൽ 100 വർഷമാണെങ്കിലും ജീവിക്കണമെങ്കിൽ മറ്റു മാർഗമൊന്നുമില്ല. നമ്മൾ പ്രവൃത്തി ചെയ്തേ പറ്റൂ. ഏവം ത്വയി ന അന്യത്, മറ്റൊന്നില്ല. ന അന്യതേതോസ്തി ന കർമ്മ ലിപ്യതേ നരഹ. ആ കർമ്മത്തിൻ്റെ ഫലം നമ്മളിൽ പറ്റാതെ നോക്കണം. കർമ്മഫലം നമ്മളിൽ വീണ്ടും ചേർക്കപ്പെടാതെ നോക്കണം. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. കർമ്മത്തിൻ്റെ ഫലം നമ്മളിൽ വീണ്ടും വന്നു ചേരാതെ നോക്കണം. ഇതാണ് ഒരു ഉപനിഷത്തിൽ കർമ്മത്തിനെ പറ്റി പറയുന്നത്. കർമ്മത്തിൻ്റെ ഫലം ന കർമ്മ ലിപ്യതേ നരഹ. കർമ്മത്തിൻ്റെ ഫലം നമ്മളിൽ വീണ്ടും വന്നു ചേരാതെ നോക്കണം. നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് നമ്മൾ കർമ്മത്തിൻ്റെ സുഖദുഃഖങ്ങൾ അല്ലെങ്കിൽ പുണ്യപാപങ്ങളെ നമ്മൾ നശിപ്പിക്കുകയാണ് നമ്മൾ ലക്ഷ്യം, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ അതിൽ നിന്ന് വീണ്ടും നമ്മൾ ആഗാമി കർമ്മങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. ആഗാമി കർമ്മങ്ങളിലെ പുണ്യപാപങ്ങൾ വീണ്ടും സഞ്ചിത കർമ്മത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മുടെ സഞ്ചിതമായിട്ടുള്ള കർമ്മത്തിൻ്റെ വലിപ്പം കൂടുകയാണ്. അത് കൂട്ടാതെ നോക്കണം. ന കർമ്മ ലിപ്യതേ നരഹ. നമ്മൾ ഓരോരോ ജന്മത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ പ്രവൃത്തിയിലും കർമ്മത്തിൻ്റെ ഭാരം കൂട്ടാതെ ആഗാമി കർമ്മങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ നോക്കണം. അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കർമ്മത്തിലെ ബന്ധനം എന്ന് പറയുന്നത്, കർമ്മമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഖദുഃഖങ്ങൾ, ആ സുഖദുഃഖങ്ങൾക്കനുസരിച്ച് വീണ്ടും നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു. പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എല്ലാ കാലത്തും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ സുഖദുഃഖത്തിന് വേണ്ടിയാണ്, സുഖദുഃഖ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് അതിൻ്റെ ഫലം, ആ കർമ്മത്തിൻ്റെ ഫലം വരാതെ നമ്മൾ നോക്കണം. ആ ഫലം വരാതെ നോക്കണമെങ്കിൽ കർമ്മത്തിൻ്റെ വരവ് എങ്ങനെയാണ് നമ്മളെ കർമ്മ എഫക്റ്റ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. കർമ്മത്തിൻ്റെ ഫലം നമ്മളിൽ പറ്റാതിരിക്കണമെങ്കിൽ, കർമ്മത്തിൻ്റെ ദോഷഫലങ്ങളായാലും ശരി ഗുണഫലങ്ങളായാലും ശരി പുണ്യ പാപങ്ങൾ ഒക്കെ നമ്മളിൽ പറ്റാതെ നോക്കണം. എന്തുകൊണ്ട് പുണ്യപാപങ്ങൾ പറ്റാതെ, പുണ്യവും പാപവും, പുണ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം എന്ന് പറയുന്നത് സുഖമാണ്, പാപം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം ദുഃഖമാണ്. അപ്പോൾ ഈ പുണ്യ പാപങ്ങൾ രണ്ടും ഒരുപോലെ നമ്മളിൽ കർമ്മഫലമാണ് ഉണ്ടാക്കുന്നത്. പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും നമ്മൾ വീണ്ടും ജനിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീണ്ടും ഉള്ള ജനനം കൂടി നമ്മൾ ഈ കർമ്മം, ഇവിടെ ഈ ശരീരം കൊണ്ട് ഈ ജന്മത്തിലെ കർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മം മുഴുവനായിട്ട് നശിപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത കർമ്മത്തിൻ്റെ ജനറേഷനും ഇല്ലാതാക്കണം. അടുത്ത കർമ്മങ്ങളുടെ
പുതിയ കർമ്മങ്ങളുടെ വരവ്, ജനറേഷൻ ഇല്ലാതാവണം, ആഗാമി കർമ്മങ്ങൾ ഇല്ലാതാവണം. അതും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൈനലായിട്ടുള്ള മോക്ഷം, മുക്തിയിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ നമ്മളിലെ ബന്ധനം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തി, ജീവിതത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് നമുക്ക് ഈ കർമ്മബന്ധനം ഉണ്ടാക്കുന്നത്, കർമ്മത്തിലെ ആ ബന്ധനം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ബന്ധനം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു 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 കൃത്യമായിട്ട് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കർമ്മം, അതായത് പ്രവൃത്തിയിലൂടെ കർമ്മം ഉണ്ടാകുന്ന അതൊരു സൈക്കിളായിട്ട് തുടർന്നു പോകുന്നതിനെ അനർത്ഥ പരമ്പര എന്നാണ് പറയുന്നത്. അനർത്ഥ പരമ്പര, നമ്മുടെ അനർത്ഥങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരമ്പരയാണ് ഈ കർമ്മം കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അനർത്ഥ പരമ്പര, അതായത് നമ്മൾ വീണ്ടും പ്രവർത്തിക്കുന്നു, കർമ്മം ഉണ്ടാകുന്നു, ആ കർമ്മത്തിൻ്റെ എഫക്റ്റ് വരുന്നു, നമ്മളെ വീണ്ടും പ്രവൃത്തിയിലേക്ക് തള്ളിവിടുന്നു, വീണ്ടും പ്രവൃത്തിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും ദുഃഖാനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു. പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ സാധാരണ ആയിട്ട് നമ്മളിൽ ഒരു ദുഃഖാനുഭവം ഉണ്ടാകുമ്പോൾ ആ പ്രവൃത്തി എങ്ങനെയാണോ വന്നിരിക്കുന്നത്, ആരാണ് നമ്മളിൽ ദുഃഖാനുഭവം ഉണ്ടാക്കുന്നത്, അയാളിലാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത്. നമുക്ക് ആരെങ്കിലും നമ്മളൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മളിൽ ഒരു ദുഃഖാനുഭവം ഉണ്ടാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാവുന്നു, അതിൽ ആരെങ്കിലും ഇൻവോൾവ് ആവുന്നു, അയാൾ നമുക്ക് ദുഃഖാനുഭവം ഉണ്ടാക്കി തരുന്നു. അപ്പം നമുക്ക് തീർച്ചയായും നമുക്ക് അതിലുള്ള ദേഷ്യം തോന്നുന്നത് ആ വ്യക്തിയോടാണ്. പക്ഷെ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാര്യം നമ്മളിലെ ദുഃഖാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള പാപകർമ്മമാണ്. അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ആ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഈ മറ്റു വ്യക്തികൾ അതിന് നിമിത്തമായി മാറുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റു വ്യക്തികൾ നമ്മുടെ പാപകർമ്മത്തിൻ്റെ മാനിഫെസ്റ്റേഷന് ഒരു നിമിത്തമായി മാറുകയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും മറ്റുള്ളവരോട് ദേഷ്യം കാണിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഓരോ പ്രവൃത്തിയിലെയും നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത് ആ പാപഫലം അത് റിസൾട്ട് വരേണ്ട സമയമാകുമ്പോൾ അത് റിസൾട്ട് വരും. അതിന് ഒരു പക്ഷേ നമ്മുടെ മുന്നിലുള്ള വ്യക്തികളായിരിക്കും അതിന് നിമിത്ത കാരണമാകുന്നത്. അപ്പം ആ വ്യക്തി നിമിത്ത കാരണമാവുന്നേ ഉള്ളൂ. ആക്ച്വലി നമ്മുടേതാണ് കർമ്മം. ആ കർമ്മത്തിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ആ റിസൾട്ട് വരുമ്പോൾ അത് തീർച്ചയായും ദുഃഖഫലമാണ് ഉണ്ടാക്കുക. അതിന് യാതൊരു സംശയമില്ല. അതായത് നമ്മുടെ പാപകർമ്മത്തിൻ്റെ റിസൾട്ട് നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ ആ ദുഃഖ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പക്ഷേ തീർച്ചയായും നമുക്ക് ഒരു വിരോധം ഉണ്ടാകുന്നു നമ്മൾ ആ വ്യക്തിയോട്. പക്ഷെ അങ്ങനെ വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാര ചക്രത്തിലാണുള്ളത്. സംസാര ചക്രത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അനർത്ഥ പരമ്പര കാരണമാണ്. ഈ അനർത്ഥ പരമ്പര കാരണമാണ് നമ്മൾ സംസാര ചക്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസാര ചക്രത്തിലേക്ക് നമ്മൾ എത്താനുള്ള കാരണം തന്നെ ഈ കർമ്മത്തിൻ്റെ അനർത്ഥ പരമ്പര. അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാം അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ. ആ നല്ലതല്ലാത്ത പ്രവൃത്തി, നല്ലതല്ലാത്ത കാര്യങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മളെ വീണ്ടും സംസാര ചക്രത്തിലേക്ക് തന്നെ തള്ളിവിടുന്നത്. ഈ അനർത്ഥ പരമ്പരയ്ക്ക് കാരണം എന്താണ്? അദ്വൈത വേദാന്ത ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ അനർത്ഥ പരമ്പരയ്ക്ക് കാരണമാകുന്നത് അവിദ്യ, കാമ, കർമ്മ, വാസന. അനർത്ഥ പരമ്പരയ്ക്ക് നമ്മൾക്ക് അനർത്ഥ പരമ്പര ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവിദ്യ, കാമ, കർമ്മ, വാസന. എന്താണ് അവിദ്യ, കാമ, കർമ്മ, വാസന? അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ അജ്ഞത, നമ്മളെ അറിവില്ലായ്മ. അവിദ്യ, കാമം.
കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങൾ, അറിവില്ലായ്മ, ആഗ്രഹങ്ങൾ, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അവിദ്യ, കാമ, കർമ്മ, വാസന. അവിദ്യ അജ്ഞാനം. അജ്ഞാനത്തിലൂടെ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അജ്ഞാനത്തിലൂടെ നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് പോകുന്നു. ആഗ്രഹങ്ങളിൽ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വാസന ഉണ്ടാകുന്നു. നോക്കാം, നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അവിദ്യ, കാമ, കർമ്മ, വാസന. അജ്ഞാനം നമുക്കറിയാം. നമുക്ക് ചിലതിനെപ്പറ്റി അറിവില്ലായ്മ ഉണ്ടാവുക. അറിവില്ലായ്മയിലൂടെ നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നു. അതെന്താണ് അങ്ങനെ അറിവില്ലായ്മയിലൂടെ ആഗ്രഹം ഉണ്ടാകുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് സന്തോഷം ഉണ്ടാവും എന്നുള്ള തോന്നൽ, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷവാനായിട്ട് മാറാം എന്നുള്ള തോന്നലുണ്ടാകുന്നതാണ് അവിദ്യയിലൂടെയുള്ള ആഗ്രഹങ്ങൾ, അജ്ഞാനത്തിലൂടെയുള്ള ആഗ്രഹം. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു, ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പൂർണ്ണമായിട്ട് സന്തോഷത്തിലേക്ക് എത്താൻ പറ്റില്ല. താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിലേക്ക് എത്തും. പക്ഷെ പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തിലേക്ക് എത്താൻ നമുക്ക് ഈ വസ്തുക്കളുടെ, ബാഹ്യമായ വസ്തുക്കളുടെ ശേഖരണം കൊണ്ട് നമുക്ക് സാധ്യമല്ല. അതാണ് അവിദ്യ കൊണ്ടുള്ള ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അവിദ്യ, കാമ, കർമ്മം. നമ്മുടെ അവിദ്യയിലൂടെ ആഗ്രഹം ഉണ്ടാകുന്നു. ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വാസനയുണ്ടാകുന്നു. വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മെമ്മറി നമ്മളിൽ കിടക്കുന്നു. ആ പ്രവൃത്തിയുടെ ഒരു മെമ്മറി നമ്മളിൽ കിടക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമുക്ക് സുഖം അനുഭവിച്ച ഏതെങ്കിലും ഒരു വസ്തുത ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മെമ്മറി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നു. ആ പ്രവൃത്തിയുടെ ഒരു മെമ്മറി, ഒരു മെമ്മറി രൂപത്തിൽ നമ്മുടെ മനസ്സിലാക്കി കിടക്കുന്നതാണ് വാസന എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു സുഖാനുഭവം തോന്നിക്കഴിഞ്ഞാൽ ആ സുഖാനുഭവത്തിൻ്റെ ഒരു വാസന നമ്മളിൽ കിടക്കുന്നു. എല്ലാതരം വാസനകളും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു മെമ്മറിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു മെമ്മറിയാണ് വാസന എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും അല്ലേ? എപ്പോഴും വാസന എന്ന് പറയുന്നത്. ആ വാസനക്കനുസരിച്ചാണ് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ, നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളെ വാസനക്കനുസരിച്ചായിരിക്കും പല തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ വാസനക്കനുസരിച്ചാണ് നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തിയിലെ മെമ്മറിക്കനുസരിച്ച് നമുക്ക് വാസന ഉണ്ടാകുന്നത്. ആ വാസനക്കനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടും ആ വാസനക്കനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് അവിദ്യ, കാമ, കർമ്മ, വാസന. ഈ വാസന കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്ത്, നമുക്ക് ഏതിനോടെങ്കിലും വാസന കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്ത് വീണ്ടും അവിദ്യയാണ് വർദ്ധിക്കുന്നത്, അജ്ഞാനമാണ് കൂടുന്നത്. കാര്യം നമ്മൾ അജ്ഞാനത്തിൽ നിന്നാണ് കാമ ഉണ്ടായത്, ആഗ്രഹം ഉണ്ടായത്. ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചത്. ആ പ്രവൃത്തിക്കനുസരിച്ചാണ് വാസന ഉണ്ടായത്. ആ വാസന ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും അജ്ഞാനത്തിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കുകയാണ്, അജ്ഞാനത്തിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ്. അപ്പോൾ അജ്ഞാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഇൻറ്റൻസിറ്റിയും കൂടുന്നു. അജ്ഞാനം കൂടുന്നതിനനുസരിച്ച്, അറിവില്ലായ്മ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. ആ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് വീണ്ടും നമ്മൾ പ്രവർത്തിക്കുന്നു. പ്രവൃത്തിയിലൂടെ വീണ്ടും നമ്മൾ അതിൻ്റെ വാസന അനുഭവിക്കുന്നു. കർമ്മഫലം, നമ്മുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ വാസനയും കൂടി വന്നു ചേരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികളൊക്കെ
ധർമ്മത്തിനനുസരിച്ചായിരിക്കണം എന്ന് പറയുന്നത്. ധർമ്മത്തെ വിട്ടിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ അവിദ്യ സ്ട്രെങ്തൻ ചെയ്യുന്നത് വാസനയാണ്. ആ വാസനയിലൂടെയാണ് വീണ്ടും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, കാമകർമ്മങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് അനർത്ഥ പരമ്പര എന്ന് പറയുന്നത്. ഈ പരമ്പരയെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് അവിദ്യയാണ്, നമ്മളെ അജ്ഞാനത്തെയാണ് ഇല്ലാതാക്കേണ്ടത്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അജ്ഞാനം എന്നറിയണം ആദ്യം. എന്താണ് അജ്ഞാനം? അജ്ഞാനം എന്നത് നമ്മളിലെ അറിവ് ഇല്ലായ്മ. എന്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ? ഏതൊക്കെ തരത്തിലുള്ള അറിവില്ലായ്മയാണ് നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നത്? അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനാരാണെന്നുള്ള അറിവ്, ശരിയായ അറിവില്ലാത്തത്, അതൊരു അജ്ഞതയാണ്. ഈ പ്രപഞ്ചം എന്താണെന്ന് അറിയാത്തത്, അതൊരു അറിവില്ലായ്മയാണ്. ഞാൻ, പ്രപഞ്ചം, ഇതൊക്കെ ഉള്ള ഇവിടെ നടന്ന ഈശ്വരൻ സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നത്. ആ ഈശ്വരനെ അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു അറിവില്ലായ്മയാണ്. ഇതെല്ലാം ചേർന്നതാണ് അജ്ഞത എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അറിവില്ലായ്മകളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അറിവില്ലായ്മകൾ, ഇത്തരത്തിലുള്ള അജ്ഞതകൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കൃത്യതയില്ലാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക്, നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജന്മത്തിലെ കർമ്മഫലമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തിലെ അതായത് പ്രാരബ്ധ കർമ്മത്തെ നമ്മൾ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ ആഗാമി കർമ്മങ്ങളും ഇല്ലാതാവണം. പുതിയ പുതിയ കർമ്മങ്ങൾ വന്നു ചേരുന്നതും ഇല്ലാതാവണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ജീവിതത്തിലെ ഈ കർമ്മം നമ്മൾ ജീവിക്കാൻ വേണ്ടി ഈ പ്രാരബ്ധ കർമ്മത്തെ നശിപ്പിക്കണം. അതുപോലെ തന്നെ പുതിയ കർമ്മങ്ങൾ ഇല്ലാതാവുകയും വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യമായ മോചനം ലഭിക്കൂ. ഈ കർമ്മത്തിൻ്റെ സൈക്കിളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കർമ്മത്തിൻ്റെ സൈക്കിൾ, സംസാര ചക്രത്തിൽ നിന്ന്, സംസാര ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സംസാരം എന്ന് പറയുന്നത് സമ്യക് ഇതി ചരതി സംസാരം എന്നാണ് പറയുന്നത്. സമ്യക് ഇതി ചരതി സംസാരം. അത് സമ്യക് ഇതി ചരതി സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നത്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് സംസാര ചക്രം. ഈ സംസാര ചക്രത്തിലാണ് നമ്മളുള്ളത്. വളരെ പെർഫെക്റ്റ് ആണ്. അവിടെയുള്ള നിയമങ്ങൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. സമ്യക് ഇതി ചരതി സംസാരം. സമ്യക് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ കൃത്യതയോടു കൂടി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരം. ആ സംസാരത്തെയാണ് ആ സംസാര ചക്രത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ സംസാര ചക്രത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് കർമ്മബന്ധം കാരണമാണ്. അങ്ങനെയാണ് സംസാര ചക്രത്തിൽ നമ്മൾ കറങ്ങുമ്പോൾ നമ്മൾ ബന്ധനത്തിലാവുന്നത്, സംസാരത്തിൻ്റെ ബന്ധനത്തിലാവുന്നത്, കർമ്മബന്ധനത്തിലാവുന്നത്. ആ കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ആ കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്നത് ശരിയായ ജ്ഞാനാണ്. ശരിയായ ജ്ഞാനം. നമ്മൾ അജ്ഞാനത്തിലാണ് നിലകൊള്ളുന്നത്. അജ്ഞാനത്തിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത്. അജ്ഞാനത്തിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ദൂരെ കൊണ്ടുപോവുകയുള്ളൂ. നമ്മളെ ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കണം നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ, ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിക്കുന്ന ആഗ്രഹങ്ങളാണ് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ലക്ഷ്യത്തിലേക്ക് അടുത്തേക്ക് എത്തിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആരാണെന്നറിയുക, ഈ പ്രപഞ്ചം എന്താണെന്നറിയുക,
ഈശ്വരൻ എന്താണെന്നറിയുക. അതുപോലെ തന്നെ സത്യധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ഞാൻ ആരാണെന്നറിയുക, ഈശ്വരൻ എന്താണെന്നറിയുക, പ്രപഞ്ചം എന്താണെന്നറിയുക, സത്യത്തിൻ്റെ പാതയിൽ, സത്യധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ഇതാണ് ഈ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിനടുത്തേക്ക് എത്തിക്കും. നമ്മൾ ആത്മവിചാരത്തിലേക്ക് എത്തിക്കും, ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കും. ഈ അറിവുകൾ ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന ഞാനാരാണെന്നുള്ള അറിവ്, പ്രകൃതി, ഈ പ്രപഞ്ചം എന്താണെന്നുള്ള അറിവ്, ഈശ്വരൻ എന്താണെന്നുള്ള അറിവ്, ഇതൊക്കെ നമ്മളെ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. കാര്യം ഇതൊക്കെ ഈ ഒരു അറിവിലൂടെ നമ്മൾ കാർമിക് ലോയെ ബ്രേക്ക് ചെയ്യുക. കാർമിക് ലോയെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് സംസാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുക, അനർത്ഥ പരമ്പരയിൽ ഇല്ലാതാക്കുക, അവിദ്യ ഇല്ലാതാക്കുക, അവിദ്യ ഇല്ലാതാക്കുക, അജ്ഞാനത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വിവേകിയാവുക. വിവേകിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് സത്യമായിട്ടുള്ളത് അതറിയുക. അസത്യത്തെ തിരിച്ചറിയുക. അസത്യത്തെ നമ്മൾ ഒഴിവാക്കണം, സത്യത്തെ നമ്മൾ സ്വീകരിക്കണം. നിത്യമായത് അനിത്യമായതും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയണം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ് വിവേകി. നമുക്ക് വേണ്ടുന്ന ഈ സംസാര ചക്രത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയുള്ള മാർഗമാണ് അവിദ്യ ഇല്ലാതാക്കുക, അജ്ഞാനം ഇല്ലാതാക്കുക. അജ്ഞാനം ഇല്ലാതാക്കാൻ വേണ്ടി അദ്വൈത വേദാന്ത സിദ്ധാന്ത പ്രകാരം ഒരു വിവേകിയായി മാറണം. വിവേകത്തിലൂടെ നിത്യ അനിത്യ വസ്തുക്കൾ എന്താണെന്ന്, നിത്യവസ്തു എന്ന് പറയുന്നത് ബ്രഹ്മം മാത്രമാണെന്ന് അറിയുക. അനിത്യ വസ്തുക്കൾ പ്രപഞ്ചമാണ്, അത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊരിക്കലും നമ്മൾ അനിത്യ വസ്തുവിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുക്തി സാധ്യമല്ല. നിത്യവസ്തുവായ ബ്രഹ്മജ്ഞാനത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ബ്രഹ്മം എന്നുള്ള അറിവ്, അത് അറിയുമ്പോഴാണ് നമ്മൾ വിവേകിയായി മാറുന്നത്. ആ വിവേകത്തിലൂടെ നമ്മൾ വിവേകത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ആഗ്രഹങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ, നമ്മളെ ഈ ബ്രഹ്മത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ, അത് വേണ്ടാന്ന് വെക്കുക. അതാണ് വൈരാഗ്യം. വിവേകത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന നിത്യവസ്തു എന്താണ്, അനിത്യവസ്തു എന്താണെന്ന്. ആ നിത്യവസ്തു എന്താണെന്ന്, അനിത്യവസ്തു എന്താണെന്നുള്ളത്, അനിത്യവസ്തുക്കളെ നമ്മൾ, ബാഹ്യമായിട്ടുള്ള വസ്തുക്കളെയും പ്രേരണകളെയും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്, അതാണ് വൈരാഗ്യം. വിവേകവും വൈരാഗ്യവും നമ്മൾ നേടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് ലഭിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ആഗ്രഹത്തിൽ നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ നിലനിർത്തുന്നു. നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്. അർത്ഥഫലഭോഗങ്ങളിലുള്ള താല്പര്യങ്ങൾ, സമ്പത്ത്, പ്രശസ്തി, ഇതൊക്കെ നേടണമെന്നുള്ള ആഗ്രഹങ്ങൾ മതിയാവുന്നില്ല. എത്ര നേടിയാലും മതിയാവാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ നമ്മൾ നിത്യവസ്തുവിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഫലം അനുഭവിക്കണം എന്നുള്ള തോന്നൽ, നമ്മൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് മുഴുവനും നമുക്ക് ഫലേച്ഛയോട് കൂടിയുള്ളതാണെങ്കിൽ നമ്മൾ ആഗ്രഹത്തിൻ്റെ പിറകിലാണ്. നിത്യവസ്തുവിലേക്ക് നമ്മൾ എത്തില്ല, അനിത്യവസ്തുവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫലം നോക്കിയുള്ള പ്രവൃത്തി. അതാണ് ഫലഭോഗങ്ങളിലുള്ള ഭോഗം. നമ്മുടെയൊക്കെ സുഖം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഭോഗം എന്ന് പറയുന്നത് എൻ്റെതാക്കുക, സ്വന്തമാക്കി മാറ്റുക, എല്ലാം സ്വന്തമാക്കി മാറ്റുക, സ്വാർത്ഥത. അതാണ് ആ സ്വാർത്ഥതയിലൂടെ നമുക്കൊരിക്കലും
നിത്യവസ്തുവായ ബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അത് അജ്ഞതയാണ് നിലനിർത്തുന്നത്. ഈ അജ്ഞത ഇല്ലാതാക്കുകയാണ് നമ്മളെ ലക്ഷ്യവും. അജ്ഞത ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്രമത്തിൽ വന്നുകൊള്ളും. അജ്ഞത ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ ക്രമത്തിൽ വന്നു. അജ്ഞാനം ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ ശങ്കരാചാര്യർ പറയുന്നത് പാകസ്യ വഹ്നിവത് ജ്ഞാനം വിന മോക്ഷോ ന സിദ്ധ്യതി ന. പാകസ്യ വഹ്നിവത് ജ്ഞാനം വിന മോക്ഷോ ന സിദ്ധ്യതി. അത് പാകം ചെയ്യാൻ നമുക്ക് അഗ്നി ആവശ്യമുണ്ട്. അതുപോലെയാണ് ജ്ഞാനമില്ലാതെ മോക്ഷം ലഭിക്കില്ല. പാകസ്യ വഹ്നിവത് ജ്ഞാനം വിന മോക്ഷോ ന സിദ്ധ്യതി. പാകം, അത് പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അഗ്നി ആവശ്യമാണ്. അതുപോലെ ഈ അഗ്നി ഇല്ലാതെ പാകം ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ജ്ഞാനമില്ലാതെ മോക്ഷം ലഭിക്കില്ല. പാകസ്യ വഹ്നിവത് ജ്ഞാനം വിന മോക്ഷോ ന സിദ്ധ്യതി. അത് നമുക്ക് മോക്ഷമാണ് ലക്ഷ്യമെങ്കിൽ ജ്ഞാനം ഉണ്ടായേ പറ്റൂ. അറിവ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ ആ അറിവിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ അറിവാണ് എപ്പോഴും പ്രൈമറി ആയിട്ട് നിലനിർത്തേണ്ടത്. ആ അറിവിലേക്കാണ് നമ്മളെ യാത്ര മുഴുവനും. അപ്പോൾ കർമ്മത്തിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കർമ്മത്തിൻ്റെ കർമ്മബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കർമ്മം എങ്ങനെയാണ് ബന്ധനത്തിലാക്കുന്നതെന്ന് മനസ്സിലായി. കർമ്മത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കർമ്മമുക്തി നേടുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി. കർമ്മബന്ധം, അതായത് നമ്മുടെ ശരീരമായിട്ടുള്ള ബന്ധം, ശരീരത്തിൻ്റെ കർമ്മങ്ങൾ, ദൃഷ്ടകർമ്മങ്ങളും അദൃഷ്ടകർമ്മങ്ങളും മനസ്സിലായി എങ്ങനെയാണെന്ന്. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കർമ്മങ്ങളാണ് ദൃഷ്ടകർമ്മങ്ങൾ. അദൃഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുണ്യപാപ രൂപത്തിൽ നമ്മൾ സ്വരൂപിക്കുന്നതാണ് അദൃഷ്ടകർമ്മങ്ങൾ. ആ അദൃഷ്ടകർമ്മങ്ങൾ വന്നു ചേരുന്നത് ഈ ജന്മത്തിൽ വന്നു ചേരുന്ന അദൃഷ്ടകർമ്മങ്ങളെ ആഗാമി കർമ്മങ്ങൾ എന്ന് പറയുന്നു. സ്വരൂപിക്കപ്പെട്ടിരിക്കുന്ന ആഗാമി കർമ്മങ്ങളെ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുന്നു. ഈ സഞ്ചിത കർമ്മങ്ങളിൽ നിന്നുള്ള ഒരു പോർഷൻ ആണ് പ്രാരബ്ധ കർമ്മങ്ങൾ. ആ പ്രാരബ്ധ കർമ്മമാണ് നമ്മൾ ഓരോ ജന്മത്തിനും കാരണമാകുന്നത്. ഓരോ ജന്മത്തിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രാരബ്ധ കർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ജന്മത്തിൻ്റെയും ലക്ഷ്യം. അതുപോലെ തന്നെ ജന്മത്തിൽ ആഗാമി കർമ്മങ്ങളും വരാതെ നോക്കുക. അതാണ് കർമ്മത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത്, ജീവിതവുമായിട്ടുള്ള ബന്ധം. ബന്ധനത്തിലാവുന്നതിൻ്റെ കാരണം അജ്ഞതയാണ്. അജ്ഞത കാരണമാണ് നമ്മൾ ബന്ധനത്തിലായിരിക്കുന്നത്, കർമ്മത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നത്. ആ കർമ്മത്തിൻ്റെ അനർത്ഥ പരമ്പരയിലാണ് നമ്മൾ ഉള്ളത്. ആ അനർത്ഥ പരമ്പരയിലുള്ള സമയത്ത് നമുക്കൊരിക്കലും നമ്മൾ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. സംസാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് നമ്മൾ അജ്ഞാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് ജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അത് ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്ന ആ വഴി നമ്മൾ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനത്തിലൂടെ ആണ് മോക്ഷം ലഭിക്കുന്നത്. ആ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് മോക്ഷം സിദ്ധിക്കുന്നതാണ്. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം ആണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. ആ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ മോക്ഷത്തിൻ്റെ സാധ്യത അറിയുന്നതും മോക്ഷത്തിലേക്ക് എത്തുന്നതും. ഈ ജന്മം തന്നെയാണ് ഏറ്റവും നല്ലത് മോക്ഷത്തിന്. നമ്മൾ അടുത്ത ജന്മത്തിൽ ഏതൊക്കെ രീതിയിലുള്ള കർമ്മമാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാര്യം ആ സമയത്ത് അടുത്ത ജന്മത്തിന് വേണ്ടി, അടുത്ത ശരീരത്തിന് നിർമ്മിതിക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പ്രാരബ്ധ കർമ്മങ്ങളാണ് നമ്മൾ ശരീര നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നനുസരിച്ചിരിക്കും നല്ലതാണോ ചീത്തയാണോ നമ്മുടെ അടുത്ത ജന്മം എന്നുള്ളത്. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ തീരുമാനം എടുക്കുന്നതും നമ്മൾ തന്നെയാണ്.
നമ്മുടെ മനസ്സ് തന്നെയാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. ഈ കർമ്മത്തിൻ്റെ സ്റ്റോറേജ് മറ്റെവിടെയോ ആണെന്നുള്ള ധാരണ വേണ്ട. ആ കർമ്മത്തിൻ്റെ മുഴുവൻ സ്റ്റോറേജും നമ്മളിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിനകത്ത് തന്നെയാണ് ഈ കർമ്മത്തിൻ്റെ മുഴുവൻ സ്റ്റോറേജ് നിലനിൽക്കുന്നത്. ആ കർമ്മത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും, നമ്മൾ പ്രവർത്തിച്ച കർമ്മങ്ങളിൽ നിന്നും, അതിൻ്റെ സ്റ്റോറേജിൽ നിന്ന് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. കാര്യം ഇത് നമ്മുടെ കൂടെ തന്നെയാണ്, നമ്മുടെ നിഴല് പോലെയല്ല, നമ്മൾ തന്നെ ആയിട്ടാണ് നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത്.